മാർജിനൽ കോസ്റ്റിംഗ് എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോ തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കോസ്റ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് വേരിയബിൾ കോസ്റ്റ് വരും, സെമി വേരിയബിൾ കോസ്റ്റ് വരും, പിന്നെ ഫിക്സഡ് കോസ്റ്റ് വരുന്നായിരുന്നു. ഇതിന്റെ എല്ലാത്തിന്റെയും ടോട്ടലിനെ ആയിരുന്നു നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ന് വിളിച്ചിരുന്നത്. സോ ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് ആ ഒരു പ്രൊപ്പോർഷനനുസരിച്ച് തന്നെ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ആവുന്നുണ്ട്. സോ അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന പ്രൊപ്പോർഷനലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന കോസ്റ്റേജിനെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ സെമി ഫിക്സഡും സെമി പാർഷ്യലി ആയിട്ടുള്ള കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഉള്ളത്, അതായത് ആ ഒരു പ്രൊഡക്ഷൻ ടൈമിൽ എൻറ്റയർലി കോൺസ്റ്റന്റ് ആയിട്ടുള്ള കോസ്റ്റേജിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? എലമെന്റ്സ് ആയിട്ട്, ടോട്ടൽ കോസ്റ്റിൽ എലമെന്റ് ആയിട്ട് വരുന്ന വേരിയബിൾ കോസ്റ്റിനെയും സെമി വേരിയബിളിനെയും ഫിക്സഡിനെയും ഒക്കെ നോക്കിയിട്ടാണ് ടോട്ടൽ കോസ്റ്റ് എടുക്കുന്നതെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗിൽ നമ്മൾ സെമി വേരിയബിൾ കോസ്റ്റിനെ എടുക്കുന്നില്ല. സോ എടുക്കുന്നില്ലെന്നല്ല, നമ്മൾ ടോട്ടൽ കോസ്റ്റിനകത്ത് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും മാത്രം വരുന്നുള്ളതാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത് ടോട്ടൽ കോസ്റ്റിന്റെ കൂടെ അവർക്ക് വേണ്ട പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും അല്ലേ? ഇപ്പൊ നോർമൽ കേസസിൽ നമ്മൾ ഇങ്ങനെയാണ് വിൽപ്പന നടത്തുന്നത്. പക്ഷെ എന്തെങ്കിലും തിക് കോമ്പറ്റീഷൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് വേണ്ടാന്ന് വെക്കേണ്ടി വരും. അങ്ങനെ പ്രോഫിറ്റ് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ടോട്ടൽ കോസ്റ്റിൽ വിൽക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വിൽക്കുമ്പോൾ നമ്മൾ അതിനെ ബ്രേക്ക് ഈവൻ സെയിൽസ് എന്നാണ് വിളിക്കുന്നത്. സോ ആ ഒരു പോയിന്റ്, അതായത് ടോട്ടൽ കോസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ റവന്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നും വിളിക്കും, നമുക്കറിയാം. സോ നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് എങ്ങനെയാണ് നിർണ്ണയിക്കേണ്ടത്, എങ്ങനെ ഫിക്സ് ചെയ്യണം, അതുപോലെ തന്നെ ബെറ്റർ പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നതിന്, കമ്പനീസ് യൂസ് ചെയ്യുന്നതിന്. സോ അങ്ങനെ പ്ലാൻ ചെയ്യാനും അവർക്ക് വേണ്ടുന്ന ഡിസിഷൻസ് എടുക്കാനും വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് നോക്കാം. ഇപ്പൊ ഈ ഒരു പേന തന്നെയാണെന്ന് വിചാരിക്കാം. ഇത് ഒരു 10 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി പെട്ടെന്ന് അവർക്ക് ഇതിലൊരു ചേഞ്ച്, അതായത് ഒരു യൂണിറ്റ് ചേഞ്ച് വരുത്താനായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അതിൽ ആ ഒരു ഡിസിഷനിലൂടെ, അല്ലെങ്കിൽ അങ്ങനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ അവരുടെ ടോട്ടൽ കോസ്റ്റിൽ വരുന്ന വ്യത്യാസം എന്താണ്, ആ ഒരു വ്യത്യാസത്തിനാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഫിക്സഡ് കോസ്റ്റ്, അതായത് ഇപ്പൊ 10 പേന വിറ്റ് കഴിഞ്ഞാൽ ഒരു പേനയ്ക്ക് 5 രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് വരുന്നത് 50. ഇപ്പൊ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? റെന്റ് വരും, ഇൻഷുറൻസ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ 10 പേന വിറ്റാലും 10,000 പേന വിറ്റാലും സെയിം ആയിരിക്കും. അപ്പൊ അതെനിക്ക് ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ 10,000 റുപ്പീസാ വരുന്നെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 10,050 റുപ്പീസ് ആണ്. ഈ വേരിയബിൾ കോസ്റ്റ് നമ്മള് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് പ്രൊപ്പോർഷനലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ഫിക്സഡ് കോസ്റ്റ് അങ്ങനെ ചേഞ്ച് ആവുന്നില്ല. നമുക്ക് ഇതിന്റെ പെർ യൂണിറ്റ് ഇപ്പം 10 പേനയ്ക്ക് മൊത്തത്തിൽ 10,000 രൂപയായെന്ന് പറയാൻ പറ്റില്ല. എത്ര പേന വിറ്റാലും അടുത്ത ഫിക്സഡ് കോസ്റ്റ് സെയിം ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ പറയുന്നത് മാർജിനൽ കോസ്റ്റിംഗിൽ അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ പേനകളുടെ പ്രൊഡക്ഷനകത്ത് വ്യത്യാസം വന്നാലും ഈ ഒരു ഫിക്സഡ് കോസ്റ്റ് വേരി ചെയ്യുന്നില്ല. പക്ഷെ ഇതിന്റെ പെർ യൂണിറ്റ്, അതായത് ഇപ്പൊ 10,000 രൂപയാണ് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് 10 പേന വിൽക്കാനായിട്ട് വരുന്നെങ്കിൽ ഒരു പേനയ്ക്ക് നമ്മളിത് അബ്സോർബ് ചെയ്തത് ഡിവൈഡ് ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ ഒരു പേനയ്ക്ക് എത്ര രൂപ വരും? 1000 രൂപ. അങ്ങനെ ഈ 100 പേന വിറ്റാലോ, 100 പേന വിറ്റ് കഴിഞ്ഞാല് നമുക്ക് ഒരു പേനയ്ക്ക് ഇവിടെ 100 രൂപയാണ് ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ഇതിലൂടെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ചേഞ്ച് വരുന്നില്ലേ? സോ നമ്മൾ ഒരു യൂണിറ്റിൽ ചേഞ്ച് വരുത്തിയാൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ ഒരു ചേഞ്ച് വരും. ചിലപ്പോൾ അത് ഇൻക്രീസ് ആയിരിക്കും സംഭവിക്കുന്നത്, ചിലപ്പോൾ ഡിക്രീസ് ആയിരിക്കും സംഭവിക്കുന്നത്. സോ ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്? മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് വിച്ച് സ്റ്റഡീസ് ദ എഫക്ട്സ് ഓഫ് പ്രോഫിറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ദ വോളിയം ആൻഡ് ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട്. അപ്പൊ ഈ ഒരു ചേഞ്ചിനെ പറ്റി പഠിക്കുന്ന ടെക്നിക് ഓഫ് കോസ്റ്റിംഗിനെയാണ് നമ്മൾ വിളിക്കുന്നത് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നതാണ് കോൺട്രിബ്യൂഷൻ.
കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് contribution is the benefit derived from production and sales activities, or it is the amount contributed by activities of the organization. നമ്മൾ സെയിൽസ് എടുത്തു കഴിഞ്ഞിട്ട് സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്ത് കിട്ടുന്നതിനാണ് കോൺട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ഇവിടെ മാർജിനൽ കോസ്റ്റിൽ എക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫിക്സഡ് കോസ്റ്റ് കോൺട്രിബ്യൂഷന്റെ ഒരു പാർട്ട് മാത്രമായിരിക്കും. നമ്മൾ അതിന് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഒരു പാർട്ട് മാത്രമായിരിക്കും കോൺട്രിബ്യൂഷൻ ആയിട്ട് വരുന്നത്. ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസിലൂടെ കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത് തന്നെ. നമ്മൾ നോർമൽ കേസസിൽ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ടോട്ടൽ കോസ്റ്റിന്റെ കൂടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു റേറ്റിനായിരിക്കും സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. പക്ഷെ നേരെ മറിച്ച് എന്തെങ്കിലും കോമ്പറ്റീഷനോ അല്ലെങ്കിൽ റിസഷനോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എന്താ പറയാ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് മാറ്റേണ്ടതായിട്ട് വരും. സോ അങ്ങനത്തെ കേസസിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെന്റ്. കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യും. സോ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നതാണ് കോൺട്രിബ്യൂഷൻ. ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്ത് കിട്ടുന്നതാണ് നമുക്ക് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. സോ ടോട്ടൽ കോസ്റ്റിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. സോ നമ്മൾ അതിൽ നിന്ന് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനും നമുക്ക് ഈ കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇത് പ്രിപ്പയർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇതൊരു സ്പെസിഫൈ ചെയ്ത് അങ്ങനെ എക്സാമിന് ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിക്കുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഇത് വരച്ചിട്ട് ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് എന്നാണ്. സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വരച്ചിട്ട് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്യേണ്ടത് സെയിൽസിന്റെ വാല്യൂ ആണ്. സെയിൽസ് വരുന്നത് 1 lakh rupees ആണ്. അതിൽ നിന്ന് എന്താ ലെസ് ചെയ്യേണ്ടത്? വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് ഫൈൻ കോൺട്രിബ്യൂഷൻ. ഇനി എന്താ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം അല്ലേ? പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് കോൺട്രിബ്യൂഷനിൽ നിന്ന് എന്ത് ലെസ് ചെയ്താൽ മതി? ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്യുക. 20,000 ലെസ് ചെയ്യുമ്പോൾ 20,000 തന്നെ നമുക്ക് കിട്ടും പ്രോഫിറ്റ്. സോ ഇത് 2 മാർക്സിന് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെനിക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇനി ഇങ്ങനെ വരച്ച് ചെയ്യണം നിർബന്ധമില്ല. സോ അല്ലാതെ നമുക്ക് ഇത് വരയ്ക്കാതെ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. സോ ഫസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട്. അപ്പം നമ്മൾ എഴുതാം കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ്. സോ സെയിൽസ് ഇവിടെ വരുന്നത് 1 lakh rupees ആണ്. അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് 60,000 ലെസ് ചെയ്യാൻ നമുക്ക് 40,000 കിട്ടും. 40,000 കോൺട്രിബ്യൂഷൻ ആയിട്ട് കിട്ടും. അടുത്ത പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്താൽ മതി. സോ എന്താണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് അത് ലെഫ്റ്റ് സൈഡിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് സ്റ്റെപ്സ് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാം. പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 40,000 നേരെ ഇങ്ങോട്ട് എഴുതിയാൽ പോരെ. ലെസ് ഫിക്സഡ് കോസ്റ്റ് 20,000, പ്രോഫിറ്റ് 20,000 കിട്ടി. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇക്വേഷൻസ് വേറെ ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് തന്നെ ബേസിക് ആയിട്ട് ഇപ്പൊ കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സഡ് കോസ്റ്റ്. ഈ 2 കാര്യം മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് ഇതിൽ തന്നെ ഇതിലിപ്പോൾ സെയിൽസ് കണ്ടുപിടിക്കാനാണെങ്കിൽ സെയിൽസ് മാത്രം നമ്മൾ ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഈ വേരിയബിൾ കോസ്റ്റ് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇത് നെഗറ്റീവ് അല്ലേ, അപ്പം ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും പോസിറ്റീവ് ആവും. അപ്പം കോൺട്രിബ്യൂഷൻ പ്ലസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ്. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷനും വേരിയബിൾ കോസ്റ്റും മാത്രമായിരിക്കും തരുന്നത്, നമ്മൾ സെയിൽസ് ആയിരിക്കും കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, നമുക്ക് ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, അത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പം ഫസ്റ്റ് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഈ ഇക്വേഷൻ എഴുതുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വെച്ച് എങ്ങനെ അതിനെ കണ്ടുപിടിക്കാന്നുള്ളത് നോക്കാം. സെക്കൻഡ് നമുക്ക് നോക്കാം, നമ്മൾ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സഡ് കോസ്റ്റ്. സോ ഇവിടെ നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ കോൺട്രിബ്യൂഷൻ 2 ഇക്വേഷൻ ആയില്ലേ. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു പ്രോഫിറ്റിന്റെ കൂടെ ഈ ഫിക്സഡ് കോസ്റ്റ് നെഗറ്റീവ് അല്ലേ, ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ
പ്ലസ് ആവും. പ്രോഫിറ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ്. സോ കോൺട്രിബ്യൂഷൻ ഇപ്പോഴത്തെ രണ്ട് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ബേസിക് ഇക്വേഷൻ ആണ്. അപ്പൊ ഇത് കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിൽസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യുക? കോൺട്രിബ്യൂഷൻ കാണാനായിട്ട് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കാം. സോ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നത്? കോൺട്രിബ്യൂഷൻ നമുക്ക് 3 lakh rupees കിട്ടി. അടുത്ത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് ആണല്ലേ. സോ പ്രോഫിറ്റ് എങ്ങനെ കാണുന്നത്? കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്യുമ്പം നമുക്ക് പ്രോഫിറ്റ് കിട്ടും. കോൺട്രിബ്യൂഷൻ 3 lakh. 3 lakhിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് എത്ര വരുന്നത്? 1,50,000. 1,50,000 എന്ന് പ്രോഫിറ്റ് നമുക്ക് കിട്ടി. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മളോട് ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കോൺട്രിബ്യൂഷൻ വേണം അല്ലേ. സോ കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കും? നമുക്കറിയാം കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല, പക്ഷെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള 2 ആൾക്കാർ നമുക്ക് തന്നിട്ടുണ്ട്. സെയിൽസിനും തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റിനും തന്നിട്ടുണ്ട്. സോ കോൺട്രിബ്യൂഷൻ ആദ്യം നമുക്ക് ഫസ്റ്റ് നമുക്ക് കോൺട്രിബ്യൂഷൻ കാണാം. സോ കോൺട്രിബ്യൂഷൻ ഇക്വേഷൻ എന്തായിരുന്നു? സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കാം. സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് ഇവിടെ 10 lakhും വേരിയബിൾ കോസ്റ്റ് 6 lakhും ആണ് വരുന്നത്. സോ കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടി എത്രയാണ്? 4 lakh അല്ലേ. സോ ഇവിടെ കോൺട്രിബ്യൂഷൻ കിട്ടി, പ്രോഫിറ്റ് കിട്ടി, ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണം. സോ ഈ ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്താലോ? ഫിക്സഡ് കോസ്റ്റിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പ്രോഫിറ്റിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പം കോൺട്രിബ്യൂഷൻ, ഈ പ്രോഫിറ്റ് ഇവിടെ പ്ലസ് ആയി കിടക്കും, ഇവിടെ നെഗറ്റീവ് വാല്യൂ ഒന്നിടത്തും പ്ലസ് ആണ്. ഈ പ്രോഫിറ്റിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. പ്ലസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഇതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയപ്പം പോസിറ്റീവായി. സോ കോൺട്രിബ്യൂഷൻ നമുക്ക് 4 lakh നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ 1,50,000 തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എത്ര കിട്ടി? 2,50,000 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാ? സെയിൽസ് തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നമുക്കറിയാം വേരിയബിൾ കോസ്റ്റ്, അതായത് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. പക്ഷെ നമുക്കിവിടെ പ്രോഫിറ്റും ഫിക്സഡ് കോസ്റ്റുമാണ് തന്നിരിക്കുന്നത് എക്സ്ട്രാ ആയിട്ട്. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഇക്വേഷൻ ചെയ്യാൻ പറ്റുമോ? നമുക്കറിയാം കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്ത് കിട്ടുന്നതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാമല്ലോ. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ്. ഇതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയപ്പോൾ പ്ലസ് ആയി. സോ പ്രോഫിറ്റ് ഫിക്സഡ് കോസ്റ്റും കോസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് 40,000ഉം ഫിക്സഡ് കോസ്റ്റ് 30,000ഉം. 70,000 നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി. കോൺട്രിബ്യൂഷൻ നമുക്ക് 70,000 കിട്ടി. ഇപ്പൊ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കിട്ടുന്നതിനാണ് നമ്മൾ ലെസ് ചെയ്ത് കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക, കോൺട്രിബ്യൂഷൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ സെയിൽസിൽ നിന്ന് കോൺട്രിബ്യൂഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കിട്ടും. സോ സെയിൽസ് എന്ന് പറയുന്നത് 1,50,000ഉം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 70,000ഉം ആണ്.
അപ്പോൾ ഇതിനുള്ള ഡിഫറൻസ് ആയിട്ടുള്ള 80,000 ആണ് നമുക്ക് വേരിയബിൾ കോസ്റ്റ് ആയിട്ട് വരുന്നത്.